ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് കിട്ടുന്ന വരുമാനം ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അക്കാര്യങ്ങളോർത്ത് നീ ടെൻഷൻ ആവണ്ട. എനിക്ക് എന്ത് ടെൻഷൻ? എന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പണം എന്റെ കയ്യിലുണ്ട്. ഏത് ലത ചേച്ചി നോക്കിയാലും ഞാൻ എന്റെ മോളെ നോക്കുന്ന പോലെ ആവൂ ഹരീഷേ? അതൊരിക്കലും ആകില്ല രാധമ്മേ. അതാർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്ക് മോനെ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. നടപ്പുള്ള കാര്യം വല്ലതും പറ രാധമ്മേ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ വരില്ലെന്ന്. എന്നാ പിന്നെ രുക്മിണി ആന്റിയുടെ അടുത്തേക്ക്. ഇവളെ ഉപേക്ഷിച്ച് തന്നാ സ്വീകരിക്കുന്നു പറഞ്ഞ ആളാ എന്റെ അമ്മ. അത്തരം പ്രതീക്ഷകളൊന്നും ഇനി എനിക്കില്ല. മോനെ, ഇനി അങ്ങോട്ട് സാമ്പത്തികമായിട്ട് ഒത്തിരി ആവശ്യങ്ങൾ വരും. മോളെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിന് കാണിക്കണം. നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കണം. ഞാനൊരു രക്ഷകർത്താവിന്റെ സ്ഥാനത്തെന്ന് പറയുക. ഹരീഷിനൊന്നും തോന്നരുത്. ഒരു ഓട്ടോറിക്ഷ ഓടിച്ചാൽ കിട്ടുന്ന വരുമാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവള് ഞങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒന്നും നീ പേടിക്കണ്ട. ആ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നടന്നു പോയിക്കോളും. അങ്ങളെ, തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. വരട്ടെ, നമുക്ക് സമയമുണ്ടല്ലോ. ഹരീഷേ, എനിക്ക് നിന്നോട് സംസാരിക്കുന്നതിനൊരു പരിധിയുണ്ട്. എടാ, നീയൊന്ന് സംസാരിക്കടാ. ഹരീഷേ, എനിക്കറിയാം നിനക്ക് എന്നോട് വെറുപ്പാണെന്ന്. അതിൽ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല. അത് സ്വാഭാവിക. കാരണം ഞാനും രണ്ട് പെങ്ങന്മാരുടെ ആങ്ങളെയാ. പക്ഷെ എന്റെ മനസാക്ഷി അതിനനുസരിച്ചാ ഞാൻ ഇപ്പോഴും ജീവിക്കുന്ന. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ സിറ്റുവേഷനില് കഴിഞ്ഞതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കുന്നതാ നല്ലത്. ഓക്കെ, അത് തന്നെ എന്റെ അഭിപ്രായം. അതവിടെ നിൽക്കട്ടെ. ഞാൻ മറ്റൊരു കാര്യം പറയാനാ ഇപ്പൊ നിന്റെ അടുത്ത് വന്നതാ. എടാ, നിനക്ക് മറ്റു കോംപ്ലക്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇവളുടെ കാര്യത്തില് നിന്നെ പോലെ തന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഇല്ല, പക്ഷേ ഇനി പണത്തിന്റെയൊക്കെ ആവശ്യങ്ങള് ഒത്തിരി ഉണ്ടാവും. നിനക്ക് കിട്ടുന്ന വരുമാനം ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അക്കാര്യങ്ങളോർത്ത് നീ ടെൻഷൻ ആവണ്ട. എനിക്ക് എന്ത് ടെൻഷൻ? എന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പണം എന്റെ കയ്യിലുണ്ട്. ഹലോ. എന്താ ചേരട്ടാ? കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ ഒരു ടെൻഷൻ? സത്യത്തിൽ എനിക്കല്ല ടെൻഷൻ. ഏട്ടൻ എന്തോ പ്രശ്നമുണ്ട്. അതെന്താന്ന് എനിക്കറിയില്ല. അതോർത്ത എന്റെ ടെൻഷൻ. എന്താ പ്രശ്നമെന്ന് ഏട്ടനോട് ചോദിക്കായിരുന്നില്ലേ? ഞാൻ ചോദിച്ചു, ഏട്ടനൊന്നും പറഞ്ഞില്ല. മന്ത്രിയുടെ പണിയെന്ന് വെച്ചാ തലവേദന പിടിച്ച പണിയാ. സ്വസ്ഥതയുള്ള ഒരു നേരം ഉണ്ടാവോ?
പിന്നെ പൊളിറ്റിക്സ്. യാമിനി പറഞ്ഞാൽ ശരിയാ. എന്തെല്ലാം തരം കുതികാൽ വെട്ട അതിനകത്ത് നടക്കുന്നേ. ആദർശ ധീരന്മാരെ രാഷ്ട്രീയ നേതാക്കളെ പിറകെന്ന് കുത്തി വീഴ്ത്തും. അതാ കാലം. ഭരണത്തിൽ കറപ്ഷനൊന്നും കാണിക്കാത്തത് കൊണ്ടായിരിക്കും ഏട്ടന് ശത്രുക്കൾ ഏറെയാ. പാളയത്തിൽ തന്നെ പടയാണല്ലോ ഇവിടെ. ഇവിടെ എന്റെയും നിന്റെയും നാവൊന്ന് ചലിച്ചാ മതി, അപ്പൊ ഇറങ്ങി വരും ഈ അമ്മയും മകനും കൂടെ. എടാ ദീപക്കേ, ഇവർ ഈ കാര്യം വല്ലതും അറിഞ്ഞിട്ടുണ്ടാവോ? ഏയ്, വലിയ മകൻ അപ്പൊ ഇറങ്ങിപ്പോയതല്ലേ, പറയാനൊന്നും സമയമായിട്ടില്ലല്ലോ. പക്ഷേ മണ്ടന് സംശയമുണ്ട്. ഏട്ടനും ഏട്ടന്റെ മരുമകനും കൂടി സെൻട്രൽ ജയിലിലേക്ക് പോകുമ്പോ ഈ അനിയനെ കത്തിച്ച് ആകാശത്തേക്ക് വിടുന്ന കാര്യം ഞാൻ ഏറ്റു. നീ വാ. ശേര, എന്താ ചേച്ചി? പ്രതാപം വിളിക്കോ മറ്റോ ചെയ്തോ? ഇല്ല ചേച്ചി. ആരുടെ ഒരു ഫോൺ വന്ന് പെട്ടെന്ന് അവൻ അങ്ങ് പോയി. എന്തോ അവനൊരു ടെൻഷൻ ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു. കൂടപ്പിറപ്പുകളല്ലേ, ഒരമ്മ പെറ്റ മക്കള്. നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാലേ എന്റെ ചങ്കില് അത് വന്ന് അലയ്ക്കുന്നത്. അതൊരു ടെലിപ്പതിയാ ചേച്ചി. രക്തം രക്തത്തെ തൊട്ടറിയുന്ന ടെലിപ്പതി. എങ്ങനെ വളർത്തിയതാ ഞാൻ നിന്നെയൊക്കെ. അതൊക്കെ ആരാ ഓർക്കുക? ഇതെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ചേച്ചി എന്തെങ്കിലും കാര്യത്തിന് വേദനിപ്പിച്ചോ? ഏട്ടൻ വന്നല്ലോ. ഏട്ടാ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? തണുത്തത് എന്തെങ്കിലും എടുക്കണോ, അത് ചായയോ? യാമിനി, പോയി ജ്യൂസ് എടുത്തോണ്ട് വാ. പണി കിട്ടി വന്നിരിക്കായിരിക്കും. എന്തായാലും അടുത്തത് രാജിയായിരിക്കും. വൈകിട്ടോടെ അറസ്റ്റ് നടക്കും. എന്താ പ്രതാപ, നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? നിനക്ക് എന്താ പ്രശ്നം? ഏട്ടാ, ഇതാ. വേണ്ട. അകലെ